അതിപ്രശസ്തമായ രണ്ട് നാഗദേവതാ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്കറിഞ്ഞാലോ. ഒന്നാമത്തത് സെക്കന്ദരാബാദിലെ വളരെ പ്രശസ്തമായ തിരുമലഗിരി നാഗദേവതാ ക്ഷേത്രവും അടുത്ത തെലങ്കാനയിലെ നാംപള്ളി ഗുട്ട ലക്ഷ്മി നരസിംഹസ്വാമി നാഗദേവതാ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സെക്കന്ദരാബാദിലെ തിരുമലഗിരി നാഗദേവതാ ക്ഷേത്രത്തെക്കുറിച്ചാണ്. MCEME റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തെലങ്കാനയിൽ തന്നെ ഏറ്റവും ശക്തമായ സർപ്പദേവ സന്നിധികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നാഗദോഷ പരിഹാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഇനി ഈ ക്ഷേത്രത്തിലെ ചരിത്രം പരിശോധിക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണം മുതലേ ഈ ക്ഷേത്രം ഇവിടെ നിലവിലുണ്ട്. പണ്ട് വഴി തടസ്സപ്പെടുത്തിയിരുന്ന ഈ നാഗത്തറ പൊളിച്ചു മാറ്റുവാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉത്തരവിടുകയും ഒരു സുപ്രഭാതത്തിൽ ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കുതിരയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഇത് നാഗദേവതയുടെ കോപം കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രാദേശികവാസികൾ വിശ്വസിക്കുന്നത്. പിന്നെ 1960 ഈ ജയലക്ഷ്മി അമ്മ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ വളരെ വലിയ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത്. പ്രാർത്ഥനകൾ സഫലമാകുന്ന ഭക്തർ ഇവിടെ സമർപ്പിച്ച ആയിരക്കണക്കിന് നാഗപ്രതിഷ്ഠകളും നമുക്കിവിടെ കാണാൻ കഴിയും. ശാന്തമായ കുളവും ധ്യാന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. ക്ഷേത്ര പരിസരത്തിനടുത്ത് ധാരാളം വിഷനാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൂർഖനെ പോലുള്ളവ. ക്ഷേത്രത്തിലെ വലിയ പ്രകൃതിദത്തമായ ചിതൽപുറ്റും പിന്നെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം വിഷനാഗങ്ങളും വസിക്കുന്നുണ്ട്. പല ഭക്തന്മാരും പൂജാരികളും ഈ പൂജാ സമയങ്ങളിൽ ഈ നാഗങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവ ആരെയും ഉപദ്രവിക്കാറില്ല എന്നൊരു അത്ഭുതമായ കാര്യം. പിന്നെ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ശ്രീ ജയലക്ഷ്മി അമ്മയുടെ അത്ഭുതങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അമ്മയ്ക്ക് സർപ്പങ്ങളുമായി ഒരു പ്രത്യേക ആത്മീയ ബന്ധം കൂടെ ഉണ്ടായിരുന്നു. ധ്യാനത്തിലിരിക്കുമ്പോൾ അമ്മയുടെ ദേഹത്ത് പാമ്പുകൾ ഇഴഞ്ഞ് ചുറ്റിയിരിക്കാറുണ്ടെന്നും അമ്മയോട് സംസാരിക്കാറുമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇന്നും അമ്മയുടെ ജീവസമാധി ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ എന്താഗ്രഹങ്ങളും പ്രാർത്ഥിച്ചാൽ അത് ഉടനെ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടെയുണ്ട്. തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഭക്തർ ഒരു മഞ്ഞ തുണിയിൽ ഒരു നാണയം വെച്ച് ചുറ്റിക്കെട്ടി അതിനെ ചിതൽപുറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആൽത്തറ മരത്തിലോ കെട്ടിയിടുന്നു. ഇതിനെ പറയുന്ന പേരാണ് മുടിപ്പ് എന്നാണ് അവിടെ പറയുന്നത്. വേറൊരു വഴിപാടെന്ന് പറയുന്നത് ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു നാഗപ്രതിഷ്ഠ വാങ്ങി അവിടെ പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ രാഹു കേതു പൂജകൾ നടത്തി ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയോ ചെയ്യുക. അടുത്തത് തെലങ്കാനയിലെ നാംപള്ളി ഗുട്ട ലക്ഷ്മി നരസിംഹസ്വാമി നാഗദേവതാ ക്ഷേത്രത്തിലാണ്. അവിടെ എന്ന് പറയുന്നത് ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹസ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ഹിരണ്യകശിപുവിൻ്റെ കഥയുമായിട്ട് പൂർണ്ണമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. പുരാണത്തിലെ ഹിരണ്യകശിപു എന്ന അസുരനിൽ നിന്നും തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു ഒരു നരസിംഹ അവതാരം എടുത്തു. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ ഒരു തൂണ് പിളർന്നു വരുന്ന വലിയൊരു രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാളിയ മർദ്ദനം നടത്തുന്ന കൃഷ്ണൻ്റെ രൂപവും പിന്നെ വലിയ ഒരു സർപ്പരൂപം കാളിയൻ എന്ന വലിയൊരു സർപ്പരൂപത്തിനെയും അവിടെ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നറിയാമോ? അതിൻ്റെ നിർമ്മാണ രീതിയാണ്. ഭീമാകാരനായ പാമ്പ് ചുരുണ്ട് കിടക്കുന്ന രൂപത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാമ്പിൻ്റെ വാലിലൂടെയാണ് പ്രവേശിക്കേണ്ടത്. ഇത് നീളമേറിയതും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഗുഹ അല്ലെങ്കിൽ ഒരു തുരങ്ക രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി. തുരങ്കത്തിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ഇരുവശത്തുമായി പ്രഹ്ലാദൻ്റെ ജനനം മുതൽ ഹിരണ്യകശിപുവിൻ്റെ അക്രമം, പിന്നെ ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന പ്രഹ്ലാദൻ, പിന്നെ എല്ലാം നോക്കുന്ന രംഗങ്ങൾ, ഇതെല്ലാം വിശദമായി അവിടെ ഓരോരോ രൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ തുരങ്കത്തിൻ്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ നരസിംഹസ്വാമി അതിനെ മടിയിൽ കിടത്തി തൻ്റെ നഖം കൊണ്ട് ഹിരണ്യകശിപുവിനെ ഉപദ്രവിക്കുന്ന ഭയാനകരവും ശക്തവുമായ ഒരു ദൃശ്യമാണ് അവിടെ കാണുന്നത്. ചരിത്രരേഖകൾ പ്രകാരം ശതവാഹന രാജാവായിരുന്ന ഗൗതമിപുത്ര ശതകർണിയുടെ കാലത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ഒരു യുദ്ധത്തിന് ശേഷം ഈ കുന്നിൻ മുകളിലെത്തിയ രാജാവ് പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായി അവിടെ ഒരു ക്ഷേത്രം പണി ചെയ്യുകയായിരുന്നു. ഇവിടത്തെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ പ്രധാന വിഗ്രഹം ഈ കുന്നിലെ വലിയ പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണ്. അതിനു ചുറ്റും പിന്നീട് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. നരസിംഹ ക്ഷേത്രത്തോടൊപ്പം തന്നെ പുരാതനമായ ഇവിടെ നാഗക്ഷേത്രങ്ങളുമുണ്ട്.